നമ്മുടെ കർത്താവ് ഒരു യഹൂദനായിരുന്നു, നിങ്ങൾക്കറിയാം. യഹൂദ പാരമ്പര്യമാണ് പെസഹ ആചരണം. യഹൂദ പാരമ്പര്യമനുസരിച്ച് യേശു ആഘോഷിച്ച പെസഹായുടെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കൊണ്ടാടുന്ന ഈ പെസഹ ആചരണം. ഈശോയുടെ പെസഹ ആചരണത്തിന് പഴയ നിയമത്തിൽ നിന്ന് ചില മാറ്റങ്ങൾ ഈശോ വരുത്തി. ആ മാറ്റങ്ങൾ ഒരുപാട് അർത്ഥവത്താണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദിശാസൂചകങ്ങളുമാണ്. അതിലൊന്നാമത്തേതാണ് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത്. പെസഹ ആചരിക്കുന്നതിന് മുൻപ് ക്ഷാളനമുണ്ട്. അത് പഴയ നിയമത്തിലെ പതിവ് പാരമ്പര്യമാണ്. പക്ഷെ കർത്താവ് അവിടെ ഒരു പുതുമ കൊണ്ടുവന്നു. ആ പുതുമ, ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നു. ഈ പാദങ്ങൾ കഴുകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ആ പാഠം കഴുകലിൻ്റെയും കടപ്പാടിൻ്റെയും പാഠമാണ്. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പെസഹായുടെ ദിവസം, ഈ സുവിശേഷ സന്ദേശത്തിന് ശേഷം പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരുടെ കാലുകൾ കർത്താവ് കഴുകിയതിൻ്റെ പ്രതീകമായിട്ട് നമ്മുടെ പൊന്നുമക്കളുടെ കാലുകൾ ഞാൻ കഴുകുകയാണ്. ഈ കാലുകൾ കഴുകുക എന്ന് പറയുമ്പോൾ കർത്താവ് അർത്ഥമാക്കുന്ന പ്രതീകങ്ങൾ സുവ്യക്തമാണ്. അതിന് ഒരു വ്യാഖ്യാനവും ആവശ്യമില്ല. കാലുകൾ കഴുകുന്നത് പാപമോചനത്തിൻ്റെ അടയാളമാണ്. ഈ ലോകത്തിലെ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ കൃപ. മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്ക് പാപം ചെയ്യാൻ പ്രലോഭനമുണ്ടാകും. പക്ഷെ എത്ര വലിയ പാപിയാണെങ്കിലും അവനെ കഴുകാൻ സന്മനസ്സുള്ള ഒരു കർത്താവാണ് നമുക്കുള്ളതെന്നുള്ള ഒരു കാഴ്ചപ്പാട്. എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണത്. കർത്താവ് പറഞ്ഞ കഥകളിലെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള കഥ ധൂർത്തപുത്രന്റെ കഥയാണ്. എല്ലാം അപ്പന്റെ കയ്യിൽ നിന്ന് തർക്കിച്ചു വാങ്ങിച്ച അവൻ അന്യനാടുകളിൽ പോയിട്ട് ധൂർത്തനായിട്ട് ജീവിച്ചു. എല്ലാം നഷ്ടപ്പെടുത്തി, യാതൊന്നുമില്ലാതെ, ഉടുവസ്ത്രത്തിന് പോലും വകുപ്പില്ലാതെ അവൻ മടങ്ങി വന്നപ്പോൾ കരം നീട്ടി അവനെ സ്വീകരിച്ച ഒരു പിതാവിൻ്റെ കഥയാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത് ധൂർത്തപുത്രന്റെ കഥയിലൂടെ. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പെസഹ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, എൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ എൻ്റെ കർത്താവ് സന്മനസ് ഉള്ളവനാണ്. കർത്താവിനെ അതുകൊണ്ട് തന്നെയാണ് സ്നാപയോഹന്നാൻ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. എങ്ങനെയാ? ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ കഴുകല്
എൻ്റെ ജീവിതത്തിൻ്റെ അടയാളമാക്കി മാറ്റാൻ ഇന്ന് സഭ നമ്മെ വിളിക്കുന്നു. നമ്മൾ ബലഹീനരാണ്. നമുക്ക് നമ്മുടെ കുറവുകളുണ്ട്, നമുക്ക് നമ്മുടെ ബലഹീനതകളുണ്ട്. പക്ഷെ ഓർമ്മിക്കുക, നീ എത്ര വലിയ പാപിയാണെങ്കിലും നിന്നെ കഴുകാൻ സന്മനസ്സുള്ള ഒരു കർത്താവ് നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ. ആ തിരിച്ചറിവാണ് ക്രിസ്തുമതം ഈ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവന. പാപിയെ തള്ളിക്കളയാത്തവൻ, പാപിയെ മാറ്റി നിർത്താത്തവൻ, പാപിയെ ചേർത്ത് പിടിക്കാൻ കരം നീട്ടുന്നവൻ. ഒരുപക്ഷെ പെസഹ നമ്മുടെ മുൻപിലെ അവതരിപ്പിക്കുന്ന ആദ്യത്തെ സന്ദേശം ഈ കഴുകലിൻ്റെ പുതുജന്മമാണ്. ഞാനും നിങ്ങളും കഴുകപ്പെടാനായിട്ട് സന്മനസ്സുള്ളവരാണെങ്കിൽ നമ്മെ കഴുകി വൃത്തിയാക്കാൻ കർത്താവ് സന്നദ്ധനാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. വത്തിക്കാൻ മ്യൂസിയത്തിലെ ഒരു ചിത്രം കണ്ട ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ആ ചിത്രം വരച്ച കലാകാരൻ അതിവിദഗ്ധമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രമേയമുണ്ട്. കർത്താവ് കാല് കഴുകി കാൽപാദം തൻ്റെ ചുണ്ടിനോടടുപ്പിക്കാൻ കുമ്പിടുമ്പോൾ താഴെ വെച്ച താലത്തിലെ കർത്താവിൻ്റെ മുഖം പതിയുന്നു. കർത്താവിൻ്റെ മുഖം അവൻ്റെ ജീവിതത്തിലെ കർത്താവ് കൊടുക്കുന്നതാണ് പെസഹായുടെ ഓർമ്മ. ഈ പരിശുദ്ധ ദിവസം പാപികളും ബലഹീനരുമായിട്ടുള്ള നമുക്ക് നമ്മുടെ കുറവുകളെ ഏറ്റുപറയാനും കുറവുകളെ മാപ്പ് ചോദിക്കാനുമുള്ള അവസരമാണ്. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം, നീ നിന്റെ സഹോദരനോട് പൊറുക്കുകയില്ല എങ്കിൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നോടും പൊറുക്കില്ല. പാപം മോചിക്കാൻ ഔദാര്യം കാണിക്കുന്ന കർത്താവ് പാപമോചനത്തിന് വെക്കുന്ന ഏക നിബന്ധന, നീ നിന്റെ സഹോദരനോടും കൂടെ മറക്കാനും പൊറുക്കാനും പഠിക്കണം. ഈ പെസഹായുടെ ദിവസത്തിലെ ഞാനും നിങ്ങളും കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കാൻ ഒന്നിച്ചു കൂടുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ആരോടെങ്കിലും എൻ്റെ മനസ്സിൽ വിരോധമുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ ബലിവസ്തു ബലിപീഠത്തിൽ വെച്ചിട്ട് നീ പോയി നിന്റെ സഹോദരനോട് രമ്യപ്പെടുക. അതിനുശേഷം വന്ന് നീ ബലിയർപ്പിക്കുക. പെസഹ നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വൃത്തിയാക്കപ്പെടാനുള്ള ഉത്തരവാദിത്വവും മറ്റുള്ളവരോട് പൊറുക്കാനുള്ള നമ്മുടെ കടപ്പാടുമാണ്. പെസഹായുടെ ദിവസം നമ്മൾ പരിശുദ്ധ കുർബാനയെ കുറെ കൂടെ ചേർത്ത് പിടിച്ച് നമ്മുടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പഴയ നിയമത്തിൽ പെസഹ കൊണ്ടാടിയപ്പോൾ പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർത്താവ് ചെയ്ത ഒരു കാര്യം, അപ്പമെടുത്ത് ഉയർത്തി, എല്ലാവരും കാണുന്ന വിധത്തിൽ എടുത്തുയർത്തി, എന്നിട്ട് വാഴ്ത്തി, എന്നിട്ടത് മുറിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്പത്തെ ശരീരത്തിലേക്ക് പരിവർത്തനം ചെയ്ത കർത്താവിൻ്റെ ഓർമ്മയാണ് പെസഹ. അപ്പം മുറിക്കല് പഴയ നിയമത്തിലെ ആചാരമായിരുന്നുവെങ്കിൽ ആ അപ്പം കർത്താവിൻ്റെ ശരീരമാക്കി മാറ്റിയ കർത്താവിൻ്റെ അത്ഭുതമാണ് പെസഹ നമുക്ക് സമ്മാനിക്കുന്നത്. പുതിയ നിയമത്തിലെ പെസഹ പരിശുദ്ധ കുർബാനയുടെ ഓർമ്മയാണ്. പരിശുദ്ധ കുർബാന എനിക്കും നിങ്ങൾക്കും കർത്താവ് നൽകിയതിൻ്റെ ഓർമ്മദിനമാണ്. ഈ അപ്പം എൻ്റെ ശരീരമാണ്, ഈ പാനപാത്രം എൻ്റെ രക്തമാണ്. ഈ അപ്പം ഭക്ഷിക്കുകയും
ഈ പാനപാത്രം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിച്ചാലും ജീവിക്കും. പെസഹ നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പിലേക്ക് നമ്മൾ വളരണം. ആ ഉറപ്പ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകാനായിട്ട് നമുക്ക് കഴിയണം. പെസഹായെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, അത് കടന്നു പോകലിൻ്റെ ദിവസമാണ്. ഈ കടന്നു പോകല് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത് പഴയ മനുഷ്യൻ കടന്നു പോകേണ്ടതിനെ കുറിച്ചാണ്. പഴയ ജീവിതം മാറ്റി പുതുക്കേണ്ടതിൻ്റെ കടപ്പാടിനെ കുറിച്ചാണ് ഈ കടന്നുപോക്കൽ. ഞാനും നിങ്ങളും ഒക്കെ മനുഷ്യരാണ്. മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ ബലഹീനതകളുടെ നടുവിലും ദൈവം നമ്മോട് പറയുന്നുണ്ട്, നിനക്ക് സന്മനസ്സുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ഫുൾട്ടൻ ജീഷൻ അമേരിക്കയിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ക്രിസ്തു ചരിത്രത്തിൻ്റെ ഗ്രന്ഥകർത്താവ്, ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, അദ്ദേഹം പറയുന്നുണ്ട്, കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ഉത്ഥാനമല്ല, അതിനേക്കാൾ വലിയൊരു അത്ഭുതം കർത്താവ് ചെയ്തു. എന്താണെന്നറിയാമോ? തൻ്റെ വലതുവശത്ത് കിടക്കുന്ന പെരുങ്കള്ളൻ, ഈ ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായിട്ടുള്ള മഹാകള്ളൻ, അവൻ മരിക്കുന്നതിന് മുമ്പ് കർത്താവിനോട് കരഞ്ഞു ചോദിച്ചൊരു കാര്യമുണ്ട്, ഞങ്ങള് അനുഭവിക്കുന്നത് ഞങ്ങളുടെ തെറ്റിന്റെ ഭാഗമായിട്ടാ. നീ നിഷ്കളങ്കനാണ്, നിന്നോടൊരു കാര്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ, നീ പറുദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണേ. ഫുൾട്ടൻ ജീഷൻ പറയുകയാണ്, ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് വീസ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ട് ഈ നല്ല കള്ളൻ്റെതാണ്. ഈ നല്ല കള്ളന്റെ പാസ്പോർട്ടിലാണ് പറുദീസായുടെ വീസ ആദ്യമായിട്ട് കർത്താവ് സീലിട്ടത്. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. പെസഹ ദിവസം വിശുദ്ധന്മാരുടെ ദിവസമല്ല, പെസഹ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട ഒരു ദിവസമാണ്. ഞാനും നിങ്ങളൊക്കെ ഇന്ന് വെള്ളവസ്ത്രം എടുത്ത് ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈ വെള്ളവസ്ത്രം സൂചിപ്പിക്കുന്നത് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ട വിളിയുടെ നൈർമല്യം കാത്തു സൂക്ഷിക്കാനായിട്ട് ഈ പെസഹ നമ്മെ പ്രേരിപ്പിക്കണം, നമ്മെ ഭാരപ്പെടുത്തണം. അപ്പം എന്ന വാക്ക് മനോഹരമാണ്. ഈ ലോകത്തിലെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ കർത്താവ് കൂട്ടിച്ചേർത്ത ഒരു വാക്കാണത്. ഞങ്ങൾക്ക് ആവശ്യകമായ അപ്പം ഞങ്ങൾക്ക് ഇന്നും എന്നും നൽകണമേ. അപ്പം നൽകണമേ. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഈ ലോകത്തിലെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്തം, അപ്പത്തിനു വേണ്ടി ഞാനും നിങ്ങളും നടത്തുന്ന കഠിനാധ്വാനം, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഈ കുർബാന നിങ്ങൾ വീട്ടിലെ പ്രാവർത്തികമാക്കുന്നതാണ് നിങ്ങളുടെ പിതൃത്വം, നിങ്ങളുടെ മാതൃത്വം. ഓരോ അപ്പനും മക്കൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന അപ്പമാണ്. ഓരോ അമ്മച്ചിമാരും കർത്താവിൻ്റെ മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും അടയാളങ്ങളാണ്. അപ്പമാകാൻ വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ് നമ്മൾ ക്രൈസ്തവരെ. നമ്മളായിരിക്കുന്നിടത്തെല്ലാം തന്നെ നമുക്ക് അപ്പമായിട്ട് തീരാൻ കഴിയട്ടെ. പരിശുദ്ധ കുർബാന അവസാനിക്കാത്ത ആരാധനയാണ്. ഞാൻ നിങ്ങളോട് പറയും, ഇന്ന് പെസഹ വ്യാഴാഴ്ച കുർബാന കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുകയില്ല, നിങ്ങൾ ഈ പള്ളിയിൽ തമ്പടിക്കും. പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ നിങ്ങൾ ദീർഘനേരം കാത്തിരിക്കും. കാരണം നിങ്ങൾക്കറിയാം,
ഈ പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ പവർ പോയിന്റാണ്. ഇതെൻ്റെ പവർ ബാങ്കാണ്. ഈ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളുണ്ട്. ഈ കാലഘട്ടം ഉയർത്തുന്ന ധാരാളം വെല്ലുവിളികളുണ്ട്. തൊഴിലില്ലാത്തവരെ, വിവാഹപ്രായമായിട്ടും ജീവിത പങ്കാളിയെ കിട്ടാത്തവരെ, സാമ്പത്തികമായിട്ട് സുസ്ഥിതിയില്ലാത്തവരെ, എല്ലാവരോടും കർത്താവിന് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ അപ്പമാകുന്ന പ്രക്രിയയിൽ നിങ്ങൾ കർത്താവിനോട് നടത്തുന്ന സഹകരണമാണ്. നിങ്ങൾ കർത്താവിനോട് നടത്തുന്ന സഹകരണമാണ്. ഇന്ന് നമ്മുടെ ജീവിതം വളരെ എളുപ്പമാക്കാനുള്ള തന്ത്രങ്ങളും സൂത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ജീവിതം വളരെ എളുപ്പമാക്കാൻ ഞാനും നിങ്ങളും നടത്തുന്ന പരിശ്രമമാണ് ഇന്ന് നമ്മുടെ ക്രൈസ്തവ വിശ്വാസം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എല്ലാം എളുപ്പമാക്കാൻ, എല്ലാം എനിക്ക് സുഖകരമാക്കാൻ, എനിക്ക് അനുകൂലമാക്കാൻ, എല്ലാം എൻ്റെ ഉത്തരവാദിത്തം കുറയ്ക്കാൻ ഞാൻ നടത്തുന്ന ഒരു പരിശ്രമമാകരുത്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, അത് പറയുന്നത് എനിക്കൊരു നാണക്കേടില്ല. ഞാൻ എൻ്റെ വീട്ടിലെ 10ാമത്തെ കൊച്ചനാ. നിങ്ങളെന്നെ സൂക്ഷിച്ചു നോക്കുന്നതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. നമ്മുടെ സമൂഹം മക്കളെ സ്വീകരിക്കുന്നിടത്ത് കാണിക്കുന്ന ഒരു പിശുക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ അസ്തിത്വം അപകടപ്പെടുത്തുന്ന വിധത്തില് ഭയാനകമായിക്കൊണ്ടിരിക്കുക. നമുക്ക് മക്കളെ വേണ്ട, മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട, നമുക്ക് സഹോദരങ്ങളെ വേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, പെസഹായുടെ ഓർമ്മ കൊണ്ടാടുമ്പോൾ നമ്മെ ദൈവം വിളിക്കുന്നത് അപ്പമാകാനാണ്, മുറിക്കപ്പെടാനാണ്, മറ്റുള്ളവർക്ക് കൊടുക്കപ്പെടാനാണ്. ഈ കൊടുക്കപ്പെടൽ പ്രക്രിയ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ എനിക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ് പെസഹ നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന വെല്ലുവിളി. നമ്മുടെ കുർബാനയിലെ അൾത്താരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കാർമ്മികൻ ചൊല്ലുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ എത്രയോ പ്രാവശ്യം അത് ചൊല്ലിയിരിക്കുന്നു, എത്രയോ പ്രാവശ്യം നിങ്ങളത് കേട്ടിരിക്കുന്നു. കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും നിർമ്മലമാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെ കർത്താവേ, നിന്റെ ബലിപീഠത്തിന്റെ മുൻപിൽ നിൽക്കാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കണേ. കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയം, നിർമ്മലമാക്കപ്പെട്ട മനസ്സാക്ഷി. പള്ളിയകത്ത് വിശുദ്ധ കുർബാന അവസാനിക്കുകയല്ല, ഒരിക്കലും അല്ല. ഒരിക്കലും പള്ളിയകത്ത് വിശുദ്ധ കുർബാന അവസാനിക്കുന്നില്ല. പള്ളിയിൽ ആരംഭിച്ചത് എൻ്റെ വീട്ടിലെ, ഞാനായിരിക്കുന്ന എൻ്റെ ചുറ്റുപാടുകളിലെ, ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ മേഖലകളിലെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നതാണ് അപ്പം മുറിക്കുന്ന ശുശ്രൂഷയുടെ തുടർച്ച. ഓരോ ക്രിസ്ത്യാനിയും അപ്പം മുറിക്കുന്നവനാണ്. അവൻ്റെ അറിവ്, അവൻ്റെ ആരോഗ്യം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ സാമർഥ്യങ്ങള്, ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, അന്ത്യവിധിയിലെ കർത്താവ് വിധിവാചകം എടുക്കാൻ പ്രയോഗിക്കുന്ന ചില മന്ത്രങ്ങളുണ്ട്, ചില സൂത്രവാക്യങ്ങളുണ്ട്. ഇത്ര മനോഹരമായിട്ടുള്ള സൂത്രവാക്യങ്ങളാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നീ എനിക്ക്, ഞാൻ നഗ്നനായിരുന്നു, നീ എനിക്ക്, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ. നമ്മുടെ വിധി കർത്താവ് നിശ്ചയിക്കുന്നത് നിന്റെ ജീവിതം അപ്പമായതും നിന്റെ ജീവിതം
മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെട്ടതുമാണ്. കർത്താവ് ഇടതുവശത്തുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ദുഷ്ടരാണ്, നിങ്ങൾ കെടാത്ത തീയിലേക്കും ചാകാത്ത പുഴുള്ള നരകത്തിലേക്കും അയക്കപ്പെടുകയാണ്. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കുർബാന തുടരാനുള്ള നമ്മുടെ ഉത്തരവാദിത്തം നമ്മെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീടുകളിൽ ഇന്ന് അപ്പം മുറിക്കുന്നത്. അപ്പമാകാൻ വിളിക്കപ്പെട്ട അപ്പന്മാര്, അപ്പമാകാൻ വിളിക്കപ്പെട്ട അമ്മമാര്, അപ്പമാകാൻ വിളിക്കപ്പെട്ട ബിഷഗ്വരന്മാര്, അപ്പമാകാൻ വിളിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാര്, അധ്യാപകര്, എല്ലാവരും സഹോദരങ്ങൾക്ക് മുറിക്കപ്പെടുന്ന അപ്പമാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, കാലുകൾ കഴുകിയ കർത്താവ്, ഇത്ര മനോഹരമായിട്ട് കർത്താവ് അത് ചെയ്തു. കാലുകൾ കഴുകുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്നത് തൻ്റെ മുഖച്ഛായയാണ്. ആ മുഖച്ഛായ നമുക്ക് മറ്റുള്ളവരുടെ മുൻപിലെ കാണിക്കാൻ സാധിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ഒരു കഥാപാത്രമാണ്. കർത്താവിനെ ഈ കുരിശിലെ ചുമക്കാൻ കെൽപ്പില്ലെന്ന് കണ്ടപ്പോൾ യഹൂദന്മാർക്ക് വാശിയുണ്ടായിരുന്നു ഇവനെ ജീവനോടുകൂടെ കുരിശിൽ തറയ്ക്കണമെന്ന്. അതുകൊണ്ട് കർത്താവ് വഴിയിൽ മരിച്ചാല് അവിടെ വാശി നിർവഹിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അവർ ചുറ്റും നോക്കിയപ്പോൾ കൗതുകം കാണാൻ വന്ന ഒരു പരദേശിയായിരുന്നു ശമയോൻ. ശമയോൻ കൗതുകം കണ്ടിട്ട് അത് നോക്കി കാണാൻ വന്ന ഒരു കാഴ്ചക്കാരനായിരുന്നു. അവര് ബലം പ്രയോഗിച്ചിട്ട് അവരോട് പറഞ്ഞു, അരോഗദണ്ഡ ഗാത്രൻ അവനെ പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു ഇത് ചുമക്കാൻ. കർത്താവിൻ്റെ കുരിശ് ചുമന്ന അവൻ ഇന്ന് അപ്പമായ ഒരു ശമയോനാണ്. അവൻ അപ്പമായി മാറിയ ഒരു ശമയോനാണ്. കർത്താവിൻ്റെ കുരിശ് ചുമക്കാൻ അവൻ താങ്ങി. കർത്താവ് അവനെ നോക്കി അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ മുഖത്ത് രക്തം വാർന്നൊഴുകിയപ്പോൾ കണ്ടുനിന്ന സ്ത്രീകളിലെ ഒരു പാവപ്പെട്ട പെണ്ണ് ചങ്കുറ്റത്തോടെ മുന്നോട്ട് വന്നു. അവൾ വന്നിട്ട് അവളുടെ വെള്ളശീല കൊണ്ട് കർത്താവിൻ്റെ മുഖം തുടച്ചു. ആ മുഖത്തിൽ കർത്താവ് തൻ്റെ ചായ കൊടുത്തു. കർത്താവിൻ്റെ മുഖച്ചായ ആദ്യമായിട്ട് പതിഞ്ഞ തുണി അവളുടെ സന്മനസ്സിന്റെ തുണിയിലാണ്. നമ്മുടെ മുൻപിൽ പെസഹ ഉയർത്തുന്ന ഒരേ ഒരു വെല്ലുവിളിയേ ഉള്ളൂ, അപ്പമാകുക. നമ്മളായിരിക്കുന്നിടത്തെല്ലാം മുറിക്കപ്പെടുന്ന അപ്പമാകുക. കർത്താവിനെ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നിടത്തൊക്കെ അപ്പമാകലുണ്ട്. കർത്താവ് 2 പ്രാവശ്യം മാത്രം നിർബന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പെസഹായുടെ അപ്പം ഭക്ഷിച്ച ശേഷം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ. ഈ ഓർമ്മ മുറിക്കപ്പെടലിൻ്റെ ഓർമ്മയാണ്. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ. രണ്ടാമത് കർത്താവ് പറഞ്ഞു, എപ്പോഴാണെന്നറിയാമോ? നല്ല സമറായക്കാരൻ്റെ കഥ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, നീയും പോയി അപ്രകാരം ചെയ്യുക. നീയും പോയി അപ്രകാരം ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പെസഹായുടെ വലിയ ചക്രവാളം, പെസഹ നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന വലിയ വെല്ലുവിളി, അത് അപ്പമാകാനും മുറിക്കപ്പെടാനുമുള്ള
വലിയ വിളിയാണ്. ജീവിതത്തെ എളുപ്പമാക്കാൻ ഞാനും നിങ്ങളും ചെയ്യുന്ന തന്ത്രങ്ങളെ കർത്താവ് വിളിക്കുന്ന പേര് കുതന്ത്രങ്ങൾ എന്നാണ്. ഞാനും നിങ്ങളും എടുക്കുന്ന തന്ത്രങ്ങളെ കർത്താവ് വിളിക്കുന്ന കുതന്ത്രങ്ങൾ എന്നാണ്. ഈ കുതന്ത്രങ്ങളിലൂടെ നമ്മൾ കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ ബാക്കിപത്രമാണ്. യൂദാസിന് ആകെ കൂടെ ഒറ്റ കാര്യത്തിൽ മാത്രമേ കണ്ണുണ്ടായിരുന്നുള്ളൂ, 30 വെള്ളിക്കാശ്. ആ 30 വെള്ളിക്കാശ് മാത്രമായിരുന്നു അവന്റെ അട്രാക്ഷൻ, അവന്റെ ആകർഷണം. അത് മാത്രമായിരുന്നു. പലപ്പോഴും ഞാൻ ചിലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ പണമുണ്ടാക്കാൻ അന്യായ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ആ പണം നമുക്ക് കുടുംബത്ത് സമാധാനവും സന്തോഷവും തരാൻ കർത്താവ് ഇടയാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് കർത്താവിന് ഒറ്റിക്കൊടുത്ത പണമാണ്. അതുകൊണ്ട് തന്നെയാണ് അക്കൽദാമ എന്ന പ്രയോഗം വളരെ മനോഹരമാണ്. പെസഹാക്കാലത്ത് യൂദാസ് എറിഞ്ഞു കളഞ്ഞ പണം എടുത്ത് വാങ്ങിച്ച സിമിത്തേരിയുടെ പേരാണ് അക്കൽദാമ. ആർക്കും വേണ്ടാത്ത പണം എടുത്തിട്ട് വിജാതിയരെ സംസ്കരിക്കാൻ ഒരു സിമിത്തേരി വാങ്ങിച്ചു. അർത്ഥമുണ്ട് അതിന്. ആരും ഉയർക്കുമെന്ന് കരുതാത്ത സിമിത്തേരി നമ്മെ സംബന്ധിച്ച് പ്രത്യാശയുടെ സ്ഥലമാണ്. അത് ഉയർപ്പിന്റെ കാര്യമാണ്. പക്ഷേ അക്കൽദാമ യൂദാസിന്റെ പണം കൊണ്ട് വാങ്ങിച്ച ആ ശവപ്പറമ്പ് അതിലൊരിക്കലും ആരും ഉയർത്തിട്ടില്ല. അതുകൊണ്ട് ഈ പെസഹാ തിരുനാൾ കൊണ്ടാടുമ്പോഴും ഞാൻ നിങ്ങളോട് എൻ്റെ മനസ്സിൽ കർത്താവ് നൽകുന്ന ഈ സന്ദേശം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അപ്പമാകാൻ, മുറിക്കപ്പെടാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ നമുക്ക് വരുന്ന കണ്ണുനീര്, അതിൻ്റെ പേരിൽ നമുക്ക് വരുന്ന കഷ്ടപ്പാടുകൾ, അതിൻ്റെ പേരിൽ നമുക്ക് വരുന്ന പ്രതിസന്ധികൾ സാരമില്ല. അതൊന്നും സാരമില്ല. അത് ഉത്ഥാനത്തിൻ്റെ കാഹളമാണ്. മഗ്ദലന മറിയം കല്ലറയിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കല്ല് അവൻ പുറത്തു വരാതാൻ ഉരുട്ടി വെച്ചിരിക്കുകയാണ്. നമുക്കാരാണത് ഉരുട്ടി മാറ്റുക? അവന്റെ കല്ലറ ആർക്കും ഉരുട്ടി മാറ്റാൻ പറ്റാത്ത കല്ലുകൊണ്ട് അടക്കപ്പെട്ടതായിരുന്നു. ആരാണത് ഉരുട്ടി മാറ്റുക? ഷൗൾ വന്നപ്പോൾ കണ്ടത് കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടതായിട്ടാണ്. തോട്ടക്കാരനാണെന്ന് കരുതിയിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, കർത്താവിനെ എവിടേക്കാ കൊണ്ടുപോയത്? കർത്താവ് അവളെ വിളിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു പേരുണ്ട്, മറിയം. മറിയം ജീവിതത്തിൽ ഒരുപാട് അനധികൃതമായിട്ട് ജീവിച്ച ഒരു സ്ത്രീ. പക്ഷെ കർത്താവിലേക്ക് തിരിഞ്ഞ ശേഷം കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ വലിയ സാക്ഷിയായി. അവൾ പെസഹായായി, അവൾ മുറിക്കപ്പെടുന്ന അപ്പമായി. നമുക്ക് ഈ പെസഹ നൽകുന്ന സന്ദേശം അതായിരിക്കട്ടെ. അപ്പം മുറിക്കാൻ വിളിക്കപ്പെട്ട നിങ്ങൾ കത്തികൊണ്ട് മുറിക്കുന്ന അപ്പമല്ല. ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ മുറിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ് മുറിയപ്പെടുന്ന അപ്പം. അത്തരത്തിലുള്ളൊരു അപ്പമാകാൻ ഈ പെസഹ നമ്മെ പ്രാപ്തരാക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമ്മുടെ സഭ നല്ല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഞാനും നിങ്ങളും മുറിക്കപ്പെടുന്ന അപ്പമാകാൻ എന്ന് പരിശ്രമിക്കുമോ അന്ന് നമ്മുടെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യും. അന്ന് നമ്മളെല്ലാം കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ വിജയപതാക കയ്യിൽ പിടിക്കുന്നവരാകാം. സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. സഭ ഒരു കുടുംബമായി ഒന്നിച്ച് കർത്താവിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ആധികാരികതയുള്ള, സാക്ഷ്യമുള്ള, ജീവിതത്തിൻ്റെ സന്ദേശമുള്ള ശിഷ്യത്വമായിട്ട് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിൻ്റെ താഴെ നിന്ന പരിശുദ്ധ മറിയം നമുക്ക് മാതൃകയാണ്.
അമ്മ ഏറ്റെടുത്തത് ഹൃദയത്തിലാണ്. ഫുൾട്ടൻ ജീഷൻ വീണ്ടും അമ്മയെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്. കാൽവരിയിലെ കുരിശ് നാട്ടിയത് മണ്ണിലല്ല, അവളുടെ ഹൃദയത്തിലാണ്. അമ്മയുടെ ഹൃദയത്തിലാണ് ഈശോയുടെ കുരിശ് നാട്ടിയത്. അമ്മ നമുക്ക് മധ്യസ്ഥയാകട്ടെ. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും പെസഹായുടെ ഓർമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നമ്മളെല്ലാ വൈദികർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് വൈദികരെ ഓർമ്മിക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ എല്ലാ വൈദികരെയും, നിങ്ങൾക്ക് പരിചയമുള്ള വൈദികരെയൊക്കെ ഇന്ന് വിളിക്കണം. അവർക്കൊക്കെ നിങ്ങൾ സ്നേഹാശംസകൾ കൊടുക്കണം. നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ചനെയും കൊച്ചച്ചനെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ധാരാളം നല്ല ദൈവവിളികൾ നമ്മുടെ ഇടയിൽ നിന്നുണ്ടാകാൻ കുഞ്ഞുങ്ങളോടും പെൺമക്കളോടൊക്കെ ഞാൻ ഇന്ന് പറയുകയാണ്. ധാരാളം ദൈവവിളികൾ നമ്മുടെ ഇടയിൽ നിന്നുണ്ടാകാൻ ദൈവം ഇടവരുത്തട്ടെ. പിതാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും വരാൻ പോകുന്ന ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.